الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, മനുഷ്യൻ മൃഗമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അധപ്പതിച്ചവനായി മനുഷ്യൻ മാറുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ആഴ്ചകളിലും നമ്മൾ കേട്ട വാർത്തകളും സംഭവങ്ങളും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2 മനുഷ്യരെ അതിക്രൂരമായി കൊന്ന ഒരു മനുഷ്യന്റെ വാർത്ത നമ്മൾ വായിക്കുകയുണ്ടായി. ജന്മം നൽകിയ മാതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു മകന്റെ വാർത്തയും നാം കേൾക്കുകയും വായിക്കുകയും ഉണ്ടായി. ഒടുവിൽ ഇതായി അടുത്ത് 2.5 വയസ്സുകാരിയായ ഒരു പിഞ്ചു ബാലികയെ കിണറ്റിലേക്ക് ജീവനോടെ വലിച്ചെറിയുകയും എന്നിട്ട് ആ പിഞ്ചു ബാലികയെ കൊലപ്പെടുത്തുകയും ചെയ്ത ആ കുട്ടിയുടെ അമ്മാവനും അതിന് കൂട്ടുനിന്ന അമ്മയുടെയും വാർത്തയും നാം കേൾക്കുകയും വായിക്കുകയും ചെയ്യുകയുണ്ടായി. കുരുന്നു മക്കളെ പീഡിപ്പിക്കുന്ന മനുഷ്യ പിശാചുക്കളുടെ നിരന്തരമായ വാർത്തകൾ മനുഷ്യരായ നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, കരുണ അത് വലിയ ഹൃദയങ്ങളായി മനുഷ്യന്മാർ മാറി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇവയൊക്കെ. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ലൈസ മിന്നാ മൻ ലൻ യുവഖിറ കബീറനാ വയർഹം സഗീറനാ. വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും നമ്മിൽ പെട്ടവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നു. മക്കളോടും അതുപോലെ തന്നെ കുട്ടികളോടുമൊക്കെ കാരുണ്യം കാണിക്കുകയും അവരോട് വാത്സല്യം കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് കാരുണ്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളെ ചുംബിക്കാത്ത ഒരു മനുഷ്യനോട് പറഞ്ഞ വാചകം നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരമകനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ അഖ്റ ഇബ്നു അഹാബിസ് അത്തമീമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ഇരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നലി അശ്റത മിനൽ വലദി മാ ഖബ്ബൽതു മിൻഹും അഹദ. അല്ലാഹുവിന്റെ പ്രവാചകനെ, എനിക്ക് 10ഓളം മക്കളുണ്ട്, പക്ഷേ മാ ഖബ്ബൽതു മിൻഹും അഹദ, ഇന്നുവരെ ഞാൻ അവരിൽ ഒരാളെയും ചുംബിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മനുഷ്യൻ പറഞ്ഞപ്പോ ഫനളറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ثم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനിലേക്ക് നോക്കി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യർഹമു ലാ യുർഹം. കാരുണ്യം കാണിക്കാത്തവനോട്, കാരുണ്യം ചെയ്യാത്തവനോട് അവന് കാരുണ്യം ലഭിക്കപ്പെടുകയില്ല, കാരുണ്യം കിട്ടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ മക്കളെ ചുംബിക്കുക എന്നുള്ളത് പോലും കാരുണ്യമാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാരുണ്യം പറ്റിയ ഹൃദയങ്ങളുടെ ഉടമകളായി ആധുനിക മനുഷ്യർ മാറുന്നു എന്നുള്ളതിന്റെ ചരിത്രങ്ങളാണ് നാം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, കരുണയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ഹൃദയത്തിൽ കരുണയുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കാൻ സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ. കാരുണ്യം കാണിക്കുന്ന ആളുകൾ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കാണിക്കും, റഹ്മത്ത് കാണിക്കും. ഇർഹമു മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം, ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കണം, എങ്കിൽ യർഹമുകും മൻ ഫിസ് സമാ, ആകാശത്തിലുള്ളവൻ അഥവാ അല്ലാഹു അവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. കുഞ്ഞുമക്കളെ, ആ മക്കളെ ഉപദ്രവിക്കരുത്, അവരെ ആക്രമിക്കരുത്, അതുപോലെ തന്നെ അവരോട് ഒരു അനീതിയും കാണിക്കരുത്. പ്രത്യേകിച്ച് യതീം കുട്ടികളോട് വരെ, അനാഥകളോട് പോലും നിങ്ങൾ അക്രമമായി പെരുമാറരുത്. അവരെ സംരക്ഷിക്കുകയും അവരോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. യതീമിനെ സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന വകാഫിൽ യതീമി കഹാതൈനി ഫിൽ ജന്ന. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവരും നാളെ സ്വർഗ്ഗത്തിൽ ഇതുപോലെയായിരിക്കുമെന്നാണ്. വഅശാറ ബിസ്സബാബതി വൽഉസ്ത. റസൂലുള്ളാഹിന്റെ ചൂണ്ടുവിരലും നടുവിരലും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അതുകൊണ്ട് മക്കൾ യതീമുകളായാലും ശരി, അല്ലാത്തവരായാലും ശരി, ആ മക്കളെ ഉപദ്രവിക്കുക എന്നുള്ളത്, അവരോട് മോശമായി പെരുമാറുക എന്നുള്ളത്, അവരെ ആക്രമിക്കുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറിച്ച് ഇങ്ങനെ മക്കളോട് ഇതുപോലും ചെയ്യരുത് എന്ന് പറഞ്ഞ ഇസ്ലാം മക്കളെ കൊല്ലുക എന്ന് പറയുന്നത് അത് വലിയൊരു പാപമായി കൊണ്ടാണ് ഇസ്ലാം അവിടുന്ന് പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും പറഞ്ഞു, വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാക് നഹ്നു നർസുഖുഹും വഇയ്യാകും ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. വലാ തഖ്തുലു ഔലാദകും. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ വധിച്ചു കളയരുത്. ഖശിയത ഇംലാകിൻ. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട്, ദാരിദ്ര്യം ഉണ്ടാകുമോ എന്ന് പേടിച്ച് മക്കളെ നിങ്ങൾ കൊല്ലരുത്. കാരണം നഹ്നു നർസുഖുഹും വഇയ്യാകും. നിങ്ങൾക്കും അവർക്കും നാമാണ് ഉപജീവനം നൽകുന്നവൻ, നാമാണ് ഭക്ഷണം നൽകുന്നവൻ. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. തീർച്ചയായും മക്കളെ കൊല്ലുക എന്നുള്ളത് അത് ഏറ്റവും വലിയ പാതകമാണ്, ഏറ്റവും വലിയ പാപമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് കൃത്യമായി പറഞ്ഞു തരികയാണ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നാളെ പരലോകത്ത് വരുമ്പോ ജാഹിലിയ കാലഘട്ടത്തിൽ മക്കളെ കുഴിച്ചുമൂടിയിരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇസ്ലാം കടന്നു വന്നതോടുകൂടി പെൺമക്കളാണ് ജനിക്കുന്നത് എങ്കിൽ ആ പെൺമക്കളെ ജീവനോടെ കുഴിച്ചുമൂടിയിരുന്ന ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാട്ടറബികളായ ആളുകൾ. എന്നാൽ ഇസ്ലാം അവിടേക്ക് കടന്നു വന്നപ്പോൾ ഇസ്ലാം അതിന് മാറ്റം ഉണ്ടാക്കുകയും അത് പാടില്ല എന്ന് പറയുകയും മാത്രവുമല്ല, കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടും എന്ത് തെറ്റിന്റെ പേരിലാണ്, ഏത് പാപത്തിന്റെ പേരിലാണ്, എന്ത് തിന്മ ചെയ്തതിന്റെ പേരിലാണ് ആ കുട്ടി കുഴിച്ചു മൂടപ്പെട്ടത്, കൊല്ലപ്പെട്ടത് എന്ന് ചോദിക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ മക്കളുടെ വിലയറിയണമെങ്കിൽ മക്കളില്ലാതിരിക്കണം എന്നുള്ളതാണ്. ഒരുപാട് കാലമായി വിവാഹം കഴിച്ചിട്ട് എന്നിട്ട് കുട്ടികൾ ഉണ്ടാകാത്തതിന്റെ പേരിൽ, കുട്ടികൾ ലഭിക്കാത്തതിന്റെ പേരിൽ, മക്കൾ ഉണ്ടാകാത്തതിന്റെ പേരിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന
ജീവിക്കുന്ന എത്ര ദമ്പതികളായ ആളുകളെ നമ്മുടെ നാടുകളിൽ നമുക്ക് പരിചയമുണ്ട്, നമുക്കറിയാൻ സാധിക്കും. എന്നാൽ ആ മക്കൾ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. പക്ഷേ ആ മക്കളെ, ചെറിയ പെൺമക്കളെ പോലും ചൂഷണം ചെയ്യുന്ന പിതാക്കന്മാര് പോലും ജീവിക്കുന്ന ഒരു ലോകത്താണ് മനുഷ്യരായ വിശ്വാസികളായ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് രക്ഷിതാക്കളെ, നമ്മുടെ പെൺമക്കളെ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നാം കാത്തു സൂക്ഷിക്കണമെന്നുള്ളതാണ്. അത്രത്തോളം ജാഗ്രതയോടുകൂടി അവരെ കാത്തു സൂക്ഷിക്കുകയും അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമായ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ആല സലാസ ബനാത്തിൻ, 3 പെൺമക്കളെ ആരെങ്കിലും സംരക്ഷിക്കുകയാണെങ്കിൽ, 3 പെൺമക്കളെ യഥാർത്ഥ രൂപത്തിൽ അവളെ വളർത്തി വലുതാക്കി സംരക്ഷിക്കുകയാണെങ്കിൽ, ഫഅദ്ദബഹുന്ന, ആ 3 പെൺമക്കളെ ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും ഇസ്ലാമിന്റെ ആദാബുകളും മര്യാദകളും പഠിപ്പിച്ചു കൊടുക്കുകയും, വറഹിമഹുന്ന, ആ പെൺമക്കളോട് കാരുണ്യം കാണിക്കുകയും, വഅഹ്സന ഇലൈഹിന്ന, ആ പെൺമക്കളിലേക്ക് നന്മ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ ഫലഹുൽ ജന്ന, അവന് സ്വർഗ്ഗമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 3 പെൺമക്കളെ സംരക്ഷിക്കുക, അവർക്ക് മര്യാദകൾ പഠിപ്പിക്കുക, അവരോട് കാരുണ്യം കാണിക്കുക, അവരോട് നല്ല രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരിക, എങ്കിലും അവർക്ക് സ്വർഗമുണ്ടെന്ന് സ്വഹാബത്ത് ചോദിച്ചു. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെൺമക്കളുള്ളവർക്കോ? നബി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെൺമക്കളുള്ളവർക്കും. അപ്പൊ വീണ്ടും ചോദിച്ചു, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു, അതെ, അങ്ങനെ 1 ആയാലും ശരി 2 ആയാലും ശരി, റസൂലുള്ളാഹി 3 എന്ന് പറഞ്ഞു, 2 എന്ന് പറഞ്ഞു. പക്ഷേ ആ പെൺമക്കളെ നല്ല രൂപത്തിൽ സംരക്ഷിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്താൽ ഫലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് ഇസ്ലാം പെൺമക്കൾക്ക് നൽകുന്ന സ്ഥാനം, ഇസ്ലാം പെൺമക്കൾക്ക് കൊടുത്തിട്ടുള്ള സ്ഥാനം. ആ പെൺമക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് നൽകിയിട്ടുള്ള സന്തോഷ വാർത്ത ഫലഹുൽ ജന്ന, അവന് സ്വർഗമുണ്ട് എന്നാണ്. അത്രത്തോളം സ്ഥാനം പെൺമക്കളെ നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരുന്ന മാതാപിതാക്കൾക്ക്, രക്ഷിതാക്കൾക്ക് ഉണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കളുടെ കാര്യത്തിൽ മാത്രമല്ല ഈ കാരുണ്യവും വാത്സല്യവും ശ്രദ്ധയും ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ പ്രായം ചെന്ന മാതാപിതാക്കളെ അവഗണിക്കുന്ന ഒരു തലമുറയായി ഇന്നത്തെ തലമുറ മക്കൾ വളർന്നു വരികയാണ്. മാതാപിതാക്കളോട് കയർക്കുന്ന മക്കളെ നമുക്ക് കാണാം, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളെ നമുക്ക് കാണാം, മാതാപിതാക്കളെ ക്രൂരമായി കൊല ചെയ്യുന്ന മക്കളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനേക്കാൾ ഉപരി മാതാപിതാക്കൾ പ്രായം ചെന്ന് വൃദ്ധരായി ഒന്നിനും കഴിവില്ലാത്ത ആളുകളായി മാറുമ്പോ ആ മാതാപിതാക്കളെ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുന്ന മക്കളെയും ഇന്ന് നമുക്ക് ലോകത്ത് കാണുവാൻ സാധിക്കും. എന്നാൽ സഹോദരങ്ങളെ, ഇതൊക്കെ മഹാ അപരാധമാണ്, വലിയ പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ, 3 ആളുകൾ ഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആ 3 ആളുകളുടെ മേൽ അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കി. 3 ആളുകൾ, ആ 3 ആളുകളുടെ മേൽ അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കി. അതിലൊന്ന് റസൂലുള്ളാഹി പറഞ്ഞത് വൽആഖു എന്നാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ, മാതാപിതാക്കളോട് ദ്രോഹം ചെയ്യുന്നവൻ, അത് വാക്കിലൂടെയാണെങ്കിലും പ്രവർത്തനത്തിലൂടെയാണെങ്കിലും ശരി, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവന് സ്വർഗം ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. നമ്മുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ പ്രായം ചെല്ലുമ്പോഴാണ് ആ മാതാപിതാക്കളെ കൂടുതൽ നമ്മൾ സംരക്ഷിക്കുകയും അവരോട്, നമ്മുടെ മക്കളോട്, നമ്മൾ ചെറിയ കുട്ടികളോട് ഏത് രൂപത്തിലാണോ വാത്സല്യം കാണിക്കുന്നത്, കാരുണ്യം കാണിക്കുന്നത്, അതേപോലെ പ്രായം ചെന്ന മാതാപിതാക്കളോട് വാത്സല്യം കാണിക്കുകയും കാരുണ്യം കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് മുസ്ലിമായ മുഅ്മിനായ ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അവനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിനു ശേഷം അല്ലാഹു അതിലേക്ക് ചേർത്തി പറഞ്ഞത് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ച വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിന്റെ റബ്ബ് ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു, നിന്റെ റബ്ബിന്റെ കൽപ്പനയെ, അവന്റെ വിധിയാണ്, അവനെ മാത്രമേ നീ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവന് മാത്രമായിരിക്കണം ഇബാദത്തുകൾ. അതോടൊപ്പം അല്ലാഹു പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം,
അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇമ്മാ യബ്ലു അന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ആ മാതാപിതാക്കളിൽ അവർ രണ്ടുപേരോ അല്ലെങ്കിൽ അവരിൽ ഒരാളോ പ്രായാധിക്യത്താൽ നിന്റെ അടുക്കൽ അവരെത്തുകയാണെങ്കിൽ, നിന്റെ അടുക്കൽ അവർ ഉണ്ട് എങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് നീ ചേ എന്ന ഒരു വാക്ക് പോലും, മലയാള പദത്തിൽ ഏറ്റവും മോശമായ വാക്ക ചേ എന്നുള്ളത്, പക്ഷെ അറബി പദം ഉപയോഗിച്ച് ഉഫിൽ, അതുപോലും നീ അവരോട് പറയ. അഥവാ അവർക്ക് അനിഷ്ടകരമാകുന്ന ഒരു സംസാരമോ നിന്റെ മുഖത്തുണ്ടാകുന്ന ഒരു ചേട്ടനും ആ മാതാപിതാക്കൾക്ക് അനിഷ്ടമാകുന്നത് നിന്നിൽ നിന്നുണ്ടാകാൻ പാടില്ല. വലാ തൻഹറുഹുമാ, നീ അവരെ ആട്ടി ഓടിക്കുകയും ചെയ്യരുത്. അവർ നിന്റെ അടുക്കിലേക്ക് വരുമ്പോ പ്രായം ചെന്നവരാ, അവരെ നീ ആട്ടി ഓടിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, അവരോട് നീ ഏറ്റവും മാന്യമായ, ഏറ്റവും നല്ലകരമായ കാരുണ്യത്തോടുകൂടി വാത്സല്യത്തോടുകൂടി നീ അവരോട് സംസാരിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തിയിട്ട് കൊടുക്കണം. കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും ചിറകുകൾ ആ മാതാപിതാക്കൾക്ക് നീ താഴ്ത്തി കൊടുക്കണം. മാത്രവുമല്ല, വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ റബ്ബേ, ചെറുപ്പത്തിൽ അവർ എന്നെ പോറ്റി വളർത്തിയതുപോലെ അല്ലാഹുവേ എന്റെ മാതാപിതാക്കളോട് നീ കാരുണ്യം കാണിക്കണമേ എന്ന് നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറ. സഹോദരങ്ങളെ, ചെറിയൊരു കുട്ടിയായിരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മൾ മക്കളായിരിക്കുമ്പോ നമ്മെ ആ മാതാപിതാക്കൾ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉറക്കമൊഴിച്ചുകൊണ്ടും അല്ലാതെയും ഒക്കെ അധ്വാനിച്ചുകൊണ്ടും എല്ലാ പ്രയാസങ്ങളും സഹിച്ച ആ മാതാപിതാക്കൾ പ്രായമാകുമ്പോ, അവർ പ്രായവാധിക്യത്തിലെത്തുമ്പോ അവരോട് കാരുണ്യം കാണിക്കുകയും വാത്സല്യം കാണിക്കുകയും കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ, ഒരു മനുഷ്യന്റെ ബാധ്യതയായി കൊണ്ടാണ് ഇസ്ലാം ഇവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളാണ് ഇന്നത്തെ. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന മക്കൾ, യാതൊന്നും പറഞ്ഞത് കേൾക്കാത്ത മക്കൾ, അനുസരണക്കേട് കാണിക്കുന്ന മക്കൾ, അനുസരണയില്ലാതെ പോകുന്ന മക്കൾ, ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. എല്ലാ കുടുംബങ്ങളിലുള്ള പരാതികളും ആപരാധികളും മക്കളെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കളെ ഒരിക്കലും നമ്മൾ കണ്ണീര് കുടിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും കണ്ണീര് കുടിപ്പിക്കാൻ പാടില്ല. അവരോട് മോശമായ ഒരു പെരുമാറ്റവും നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് കാരുണ്യത്തോടുകൂടി അതുപോലെ തന്നെ വാത്സല്യത്തോടുകൂടി അവരോട് പെരുമാറണം. കാരണം അവരാണ് നമ്മുടെ സ്വർഗത്തിന്റെ, അതല്ലെങ്കിൽ നമ്മുടെ സ്വർഗവും നരകവും നിശ്ചയിക്കുന്നത് അവരാണ്. നമ്മുടെ മാതാപിതാക്കള് നമ്മൾ സ്വർഗാവകാശിയാണോ അതല്ലെങ്കിൽ നരകാവകാശിയാണോ എന്ന് നിശ്ചയിക്കുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റിളാ അല്ലാഹി ഫീ റിളാഇൽ വാലിദി വസഖ്തല്ലാഹി ഫീ സഖ്തിൽ വാലിദി. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത്. നമ്മെ കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾ സംതൃപ്തരാണോ, നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മെ സംബന്ധിച്ച് സംതൃപ്തരാണോ എങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി അത് നമുക്കുണ്ട് എന്നുള്ളതാണ്. നമ്മെ കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾ അനിഷ്ടത്തിലാണോ എങ്കിൽ അള്ളാഹുവിന്റെ അനിഷ്ടം, അവന്റെ കോപം അത് നമുക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നത്തെ ലോകത്ത് കരുണ പറ്റിയ ഹൃദയത്തിന്റെ ഉടമകളായി മനുഷ്യന്മാർ മാറുമ്പോ ആ കാരുണ്യവും വാത്സല്യവും അത് മക്കളോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും കാരുണ്യത്തിന്റെയും വാത്സല്യത്തിന്റെയും ഹൃദയമുള്ള മനുഷ്യരായി ജീവിക്കാൻ വിശ്വാസികളായ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം.